ഹലോ ഗൈസ്, നിങ്ങൾ എപ്പോഴെങ്കിലും നൈറ്റ് ഡ്രൈവിന് പോയിട്ടുണ്ടോ? സമയം ഏകദേശം പുലർച്ചെ 2:30 മണിയായിട്ടുണ്ട്. ഭയങ്കര വിശപ്പ് കേട്ടോ. ഞാനും ഏട്ടനും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. ഈ സമയത്ത് നല്ല ഉറക്ക ക്ഷീണം രണ്ടുപേരുടെ മുഖത്തുണ്ട്. പക്ഷെ ഒറ്റ മൈൻഡിൽ ഇറങ്ങി തിരിച്ചതുകൊണ്ട് ആ ഉറക്കൊന്നും ഒരു പ്രശ്നമല്ല കേട്ടോ. പൊറോട്ട കഴിക്കണ്ടെന്ന് തീരുമാനിച്ചതായിരുന്നു. പക്ഷെ ലൈവായിട്ട് അവിടെ പൊറോട്ട അടിക്കുന്നത് കണ്ടപ്പം വാങ്ങാതിരിക്കാൻ തോന്നിയില്ല. ഞാൻ ഒരു പൊറോട്ടയും ഏട്ടൻ ഗോതമ്പ് പുട്ടുമാണ് കേട്ടോ വാങ്ങിച്ചത്. എനിക്ക് ഇഷ്ടമേ അല്ലാത്തൊരു സാധനമാണ് ഈ ഗോതമ്പ് പുട്ട്. കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ചിക്കൻ കൊണ്ടാട്ടാണ് കേട്ടോ മേടിച്ചത്. കുറ്റം പറയാൻ പറ്റില്ല, അസാധ്യ ടേസ്റ്റ് ആയിരുന്നു. ഫുഡൊക്കെ കഴിച്ച് നേരെ പോയത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. ഈ നൈറ്റ് ഡ്രൈവിന് ഇറങ്ങിയിട്ട് ഞങ്ങൾ എന്തിനാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയത് എന്നാണ് നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത് അല്ലേ? ഈ കുറിപ്പിനെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയത്. നൈറ്റ് ഡ്രൈവ് തേങ്ങാക്കൊലാന്നൊക്കെ ഞാൻ വെറുതെ പറഞ്ഞതാണ് കേട്ടോ. സത്യം പറയട്ടെ, എനിക്ക് ഈ നൈറ്റ് ഡ്രൈവിനൊന്നും പോവാൻ ഒട്ടും താല്പര്യമില്ല കേട്ടോ. ഉള്ള സമയം നല്ല സുഖമായിട്ട് ഉറങ്ങാൻ പറ്റിയ എനിക്ക് വേറെ ഒന്നും പിന്നെ വേണ്ട. ആ ഉള്ള നല്ല ഉറക്കം ഒഴിവാക്കിയിട്ടൊന്നും ഞാൻ ഒരിക്കലും നൈറ്റ് ഡ്രൈവിന് പോവില്ല കേട്ടോ കുട്ടികളെ. ചിന്നൊന്ന് ചെന്നൈ ഇന്ന് ലാൻഡ് ചെയ്തിരിക്കുകയാണ്. കൂട്ടാൻ വേറെ ആരും പോകാനില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പോയിന്നേ ഉള്ളൂ. അവളെ വീട്ടിൽ കൊണ്ടാക്കി അപ്പൊ തന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു കേട്ടോ. ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ്. അപ്പൊ 2 ദിവസത്തെ വീഡിയോ ജോയിൻ ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. ഞാനും അമ്മയും ചിന്നും കൂടെ ടൗണിലേക്ക് പോയതാണ്, കോഴിക്കോട് ടൗണിലേക്ക്. കോഴിക്കോട് എത്തുന്നവരെ എന്റെ കമ്മലിനെ പറ്റി തന്നെയാണ് അവൾ പറഞ്ഞുകൊണ്ടിരുന്നത്. സൂക്ഷിച്ചു നോക്കി അതെന്താണെന്ന് മനസ്സിലാവൂ കേട്ടോ. കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്, ആ ഉദ്ദേശത്തിൽ വന്നതാണ് കേട്ടോ ഇങ്ങോട്ട്. ആദ്യം പോയത് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഡ്രസ്സ് എനിക്കും അല്ല, ചിന്നൂനും അല്ല, അമ്മയ്ക്കും അല്ല, ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആ ചുളുവിൽ ചിന്നു ഒരു ഡ്രസ്സ് എടുത്തു. ഡ്രസ്സ് ആർക്കാണെന്ന് വരുന്ന വീഡിയോയിൽ പറയാം. അങ്ങനെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ. ടാറ്റാ.